കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായ എൽ അനിൽ സാർ, ഞങ്ങളുടെ EFAയുടെ സെക്രട്ടറിയായ സുധി ചെറുകുളം, ടൂർണമെൻറ്റ് കൺവീനറായ നിസ മജന്ത, വൈസ് പ്രസിഡൻ്റായ തോമസ്, ഞങ്ങൾ ഇന്നിവിടെ ഇത് നടത്തുന്നത് ഞങ്ങളുടെ 50 വർഷമായി EFA ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പം 50 വർഷം തികഞ്ഞതിൻ്റെ ടൂർണമെൻറ്റ് കഴിഞ്ഞു. ഇപ്പം നടത്താൻ പോകുന്നത് 113 കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന 27-ാം തീയതി ശനിയാഴ്ച, 28 ഞായറാഴ്ച, ഈ 2 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. 10-70 കുട്ടികളുണ്ട്. അവർക്ക് ഒരു എതിർ ടീമുകളുമായിട്ട് കളിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് തന്നെ. ഞങ്ങൾ 16 ടീമിനെയാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നത്. അത് വയസ്സ് 13 വയസ്സ്, 2010 അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, കട്ട് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ സംസാരിക്കുന്നതാണ്. കേരള കായിക ചരിത്രത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആദ്യമായി ഒരു പുതിയ കായിക നയത്തിന് രൂപം കൊടുക്കുകയാണ്. ഈ മാസം 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മിറ്റിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുക. ഈ സമ്മിറ്റിൻ്റെ പ്രചരണാർത്ഥം നാളെ 3 മണിക്ക് കുണ്ടറ മുക്കടയിൽ സൈക്ലത്തോൺ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച സൈക്ലത്തോൺ ജാഥ എത്തിച്ചേരുകയാണ്. ആ ജാഥയിൽ സ്വീകരിക്കാൻ വേണ്ടി ശ്രീ നവാസ് സാറ് കൺവീനറായിട്ടുള്ള, ഞാൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടന്നു വരികയാണ്. ക്ലബ്ബുകളും അതുപോലെ തന്നെ കായിക പ്രേമികളുമെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങാണ് നാളെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ പ്രകാശ് കളരി സംഘം നടത്തുന്ന കളരി ഡെമോ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ അരനൂറ്റാണ്ടായി കുണ്ടറയുടെ കായിക ഭൂപടത്തിൽ ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഇളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ, EFA. ആ EFAയുടെ പ്രവർത്തനങ്ങൾ ഏറെ വിലമതിക്കപ്പെട്ടവ തന്നെയാണ്. EFAയുടെ നേതൃത്വത്തിൽ 50ഓളം കുട്ടികൾ അവിടെ ഫുട്ബോൾ ഡെമോ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ഷൂട്ടൗട്ട്, ഗോൾ വർഷം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഫുട്ബോൾ ഷൂട്ടൗട്ടും EFAയുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടികളെല്ലാം കാണുവാനും വിജയിപ്പിക്കുവാനും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ 22-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയുള്ള സമയം ഈ സമ്മിറ്റിൻ്റെ പ്രചരണാർത്ഥം കേരളം നടക്കുകയാണ്. കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ വാക്ക് കേരളം നടക്കുന്നു എന്ന പരിപാടി ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. കുണ്ടറയിൽ അതിൻ്റെ സംഘാടക സമിതി പ്രവർത്തിക്കുന്നത് ഈ സംഘാടക സമിതി തന്നെയാണ്. ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിൽ നിന്നും ആരംഭിക്കുന്ന വാക്ക് വൈകുന്നേരം 4:30 ആരംഭിക്കും, 22-ന്. അത് എത്തിച്ചേരുന്നത് കുണ്ടറ ആശുപത്രി മുക്കിലാണ്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കായിക താരങ്ങളും കായിക പ്രേമികളും നമ്മുടെ നാട്ടിലുള്ള വിവിധ ക്ലബ്ബുകളും സന്നദ്ധ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങായിട്ടാണ്, ഒരു വലിയ നടത്തമായിട്ടാണ് ഞങ്ങളതിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് കുണ്ടറ മേഖലയിൽ ഒരു പുതിയ കായിക ഉണർവുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് EFA നൽകുന്ന സംഭാവന പോലെ തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കായിക പ്രേമികളെയും എല്ലാം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. നമുക്കറിയാം, കായിക നയം തീർച്ചയായിട്ടും പ്രഖ്യാപിക്കപ്പെടുന്നത് ആ നിലയിൽ താഴെത്തട്ട് വരെ ഗുണപ്പെടാൻ വേണ്ടിയിട്ടാണ്. 90കളിൽ എങ്ങനെയാണോ സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ടത്, ആ മോഡലിൽ, ആ മാതൃകയിൽ കേരളത്തിലൊരു പുതിയ കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സ്പോർട്സ് കൗൺസിലും സംസ്ഥാന ഗവൺമെൻറ്റും. അതിൻ്റെ ഭാഗമായി ഏറ്റവും താഴെത്തട്ടിലുള്ള ആളിനെ വരെ കായിക രംഗത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട്, നമുക്കറിയാം, ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ കായിക പ്രേമിയാണ്. ഒരു പക്ഷേ അവർ നേരിട്ട് പങ്കെടുക്കാം, അതല്ലെങ്കിൽ അവരോട് ഉൾച്ചേർന്ന് പോകാൻ. ആ നിലയിൽ ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഏതൊരു വ്യക്തിയും ചേർന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ചിലപ്പോൾ അത് ഫുട്ബോളാകാം, ചിലപ്പോൾ ക്രിക്കറ്റാകാം, ചിലപ്പം ബാഡ്മിൻ്റൺ ആകാം, അതല്ലെങ്കിൽ കരാട്ടെ ആകാം. ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ മനസ്സുകൊണ്ട് താതാത്മ്യം പ്രാപിക്കാറുണ്ട്. ആ നിലയിൽ അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മേഖലയിൽ ഒരു വലിയ ഉണർവുണ്ടാക്കാൻ തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിന് കഴിയും. അതിന് EFA നടത്തുന്ന പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരം തന്നെയാണ്. EFAയുടെ കൂടി നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ്
ഇതിൻ്റെ ടൂർണമെൻറ്റ് ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് ദി കേരള സെറാമിക്സ് കമ്പനിയും അതിൻ്റെ പ്രൈസ് മണി അവർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് പ്രൈസ് കുണ്ട്ര ചിന്നൂസ് ജുവല്ലേഴ്സും ട്രോഫിയും ക്യാഷ് മണിയും സ്പോൺസർ ചെയ്യുന്നുണ്ട്. ടൂർണമെൻ്റ് ഒരു വൻ വിജയമാക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.